ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണുന്നത് കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോർജ് സീറോ മലബാർ ഫെറോന ചർച്ച് ആണ്. ഇടപ്പള്ളി പള്ളി എന്നും അറിയപ്പെടുന്നു. ഈ പള്ളി വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഏഷ്യയിലെ വലിയ പള്ളികളിൽ ഒന്നാണ്. ഇടപ്പള്ളി പള്ളിക്ക് 14 നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. AD 594 ആണ് പള്ളി നിർമ്മിച്ചത്. AD 1 നൂറ്റാണ്ടിൽ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച പള്ളികൾക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പള്ളി ആദ്യം കന്യാമറിയത്തിൻ്റെ നാമധേയത്തിൽ ആണ് സ്ഥാപിതമായത്. AD 1080 പഴയ പള്ളിയോട് ചേർന്ന് പുതിയ പള്ളി പണിതു. ഇത് വീണ്ടും 1970 പുതുക്കി പണിതു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അനുഗ്രഹിച്ച മൂന്നാമത്തെ പള്ളിയുടെ തറക്കല്ല് 2001 ജനുവരി 1 സ്ഥാപിച്ചത്. 2015 ഏപ്രിൽ മാസം പള്ളിയുടെ പണി പൂർത്തീകരിച്ചു. മൊത്തം 88,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പള്ളിയിൽ ഒരേ സമയം 5,000 പേർക്ക് ആരാധനയിൽ പങ്കെടുക്കാം. പഴയ സെമിത്തേരി അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതിനു ചുറ്റും മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിമനോഹരവും പ്രൗഢഗംഭീരവുമായ ഘടനയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. കോഴിനേർച്ചയും അടിമയിരുത്തലുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കാര്യസാധ്യത്തിനാണ് ഈ 2 വഴിപാടുകളും നടത്തുന്നത്. കോഴിയെ ഇവിടെ വാങ്ങാൻ കിട്ടും. നേർച്ച കഴിച്ച കോഴിയെ നമുക്ക് ഇവിടെ പാചകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യവും ഉണ്ട്. പഴയ പള്ളിയുടെ മുറ്റത്ത് അന്നു മുതലുള്ള ഒരു കിണർ ഇപ്പോഴുമുണ്ട്. പള്ളിയിലെ ആവശ്യങ്ങൾക്കുള്ള ജലം ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഈ കിണർ ഇതുവരെ മലിനമാകുകയോ വറ്റിപ്പോവുകയോ ചെയ്തിട്ടില്ല. ഈ കിണറ്റിലെ ജലം കോരിയെടുത്ത് ദേഹത്ത് തളിച്ചാൽ അസുഖങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. അതുപോലെ ഈ പള്ളിയുടെ മുറ്റത്തെ മണ്ണ് വാരിയെടുത്ത് വീടിൻ്റെ 4 മൂലയ്ക്കും കുഴിച്ചിട്ടാൽ ശത്രുദോഷം ഉണ്ടാകില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇടപ്പള്ളി പള്ളിപ്പെരുന്നാളാണ് ഈ പള്ളിയിലെ വാർഷിക ഉത്സവം. 1 മാസം നീണ്ടു നിൽക്കുന്ന തിരുനാളാഘോഷങ്ങൾക്ക് ദൂരെ ദിക്കിൽ നിന്നുള്ള ധാരാളം ജനങ്ങൾ എത്തിച്ചേരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് 22 കിലോമീറ്ററും ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററുമാണ് ഈ പള്ളിയിലേക്കുള്ള ദൂരം. കൊച്ചി മെട്രോ റെയിൽ ഈ പള്ളിയുടെ മുന്നിലൂടെ കടന്നു പോകുന്നു. വളരെ അത്ഭുതങ്ങൾ നടക്കുന്നതും അതിമനോഹരവുമായ ഈ പള്ളി സന്ദർശിക്കുന്നത് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭൂതിയായിരിക്കും തീർച്ച. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ്.